യൂണി ഇൻഫോടെക്കിന്റെ വിൻഡോസ് 11 ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫയൽ മാനേജ്മെന്റിനെ കുറിച്ചാണ്. അതായത് ഫയൽ പറഞ്ഞാൽ എന്താണ്, അതിനൊപ്പം ഫോൾഡർ പറഞ്ഞാൽ എന്താണ്, ഈ ഫയൽസിലും ഫോൾഡേഴ്സിലും വരുന്ന ഓപ്പറേഷൻസുകൾ എന്തൊക്കെയാണ്, ഫയൽസ് നമുക്ക് ഏതൊക്കെ രീതിയിൽ സെലക്ട് ചെയ്യാം, ഫൈൻഡ് ചെയ്യാം, അതോടൊപ്പം വൺ ഡ്രൈവ് പറഞ്ഞാൽ എന്താണ്, ഇവയെക്കുറിച്ചിട്ടാണ്. ആദ്യം നമുക്ക് ഫയൽ മാനേജ്മെന്റ് പറഞ്ഞാൽ എന്താണെന്ന് പഠിക്കാം. ഫയൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള ഫയൽസും ഫോൾഡേഴ്സൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ഒരു സിസ്റ്റമാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു ഓഫീസിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ അവരുടെ ഫയൽസൊക്കെ ഒരു ഫോൾഡറിലാക്കിയിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതെന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഒരു ഡാറ്റ വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫയൽ വേണമെങ്കിൽ ആ പർട്ടിക്കുലർ ഫോൾഡറിൽ പോയിട്ട് അത് നമുക്ക് സെർച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് റിലേറ്റഡ് ആയിട്ടുള്ള ഫയൽസിനെ ഓരോ ഫോൾഡേഴ്സിലായിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഫയൽസ് ആ ഒരു പർട്ടിക്കുലർ ഫോൾഡേഴ്സിൽ നിന്നും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിനാണ് ഈ ഒരു ഫയൽ മാനേജ്മെന്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫയൽ സ്ട്രക്ചറിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഒരു ഫയൽ സേവ് ചെയ്യുന്നത് ആദ്യം ഒരു റൂട്ട് ഡയറക്ടറിൻ്റെ ഉള്ളിലായിരിക്കും. ഇപ്പോൾ റൂട്ട് ഡയറക്ടറി പറയുമ്പോൾ നമ്മുടെ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിൽ സി ഡ്രൈവ് ഉണ്ടാവും, അതുപോലെ ഡി ഡ്രൈവ്, ഇ ഡ്രൈവ്, എഫ് ഡ്രൈവ് ഒക്കെ കാണാൻ കഴിയും. അതൊക്കെയാണ് നമ്മുടെ റൂട്ട് ഡയറക്ടറി എന്ന് പറയുന്നത്. ഇതിനകത്താണ് നമ്മൾ ഫോൾഡേഴ്സ് സേവ് ചെയ്യുന്നത്. ഈ ഫോൾഡേഴ്സിനുള്ളിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ വീണ്ടും വേറെ ഫോൾഡേഴ്സ് ഒക്കെ സേവ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ സബ് ഫോൾഡേഴ്സ് പറയും. ഈ സബ് ഫോൾഡറിൻ്റെ അകത്താണ് നമ്മുടെ ഫയൽസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു ഫയൽ എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മുടെ ദിസ് പി സി പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും. അതായത് നമ്മുടെ ഈ ഒരു പി സിയിലുള്ള ഡ്രൈവുകളുടെ ലിസ്റ്റാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിലാദ്യം സിസ്റ്റം ഡ്രൈവ് ഉണ്ട്, അതാണ് നമ്മുടെ സി ഡ്രൈവ് പറയുന്നത്. അതുപോലെ ബാക്കപ്പ് ഡ്രൈവ് ഉണ്ട്, ഇ ഡ്രൈവ്. പിന്നെ സിസ്റ്റം റിസർവ്ഡ് പറഞ്ഞ ഡ്രൈവ് ഉണ്ട്, അത് എഫ് ഡ്രൈവ് ആണ്. പിന്നെ ഗൂഗിൾ ഡ്രൈവ് പറയുന്ന ഒരു ഡ്രൈവ് ഉണ്ട്, അത് ജി ഡ്രൈവിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഇതിനൊക്കെ നമ്മൾ റൂട്ട് ഡയറക്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഈ ഒരു റൂട്ട് ഡയറക്ടറിനകത്തായിരിക്കും നമ്മുടെ ഫയൽ സേവ് ആവുന്നത്. അപ്പോൾ ഞാനിവിടെ ഗൂഗിൾ ഡ്രൈവ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫോൾഡേഴ്സ് കാണാൻ കഴിയും. അതിന് റൂട്ട് ഡയറക്ടറിൻ്റെ ഉള്ളിൽ നമ്മൾ ഫോൾഡർ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡയറക്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്ത് വേണമെങ്കിൽ വിടാം. പക്ഷെ നമ്മൾ ഒരു സ്ട്രക്ചർ രൂപത്തിൽ പറയണമുണ്ട്, അത് അതിനകത്തുള്ള ഫോൾഡറാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജി ഡ്രൈവിൽ വരുന്ന ഫോൾഡേഴ്സ്. ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ വീണ്ടും ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫോൾഡറിനകത്ത് തന്നെ വീണ്ടും നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ സബ് ഫോൾഡേഴ്സ് എന്നാണ് പറയുക. അപ്പോൾ സബ് ഫോൾഡേഴ്സിനെ നമുക്ക് വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബുക്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. അതായത് ഒരു ഫോൾഡറിനകത്ത് നമുക്ക് എത്ര സബ് ഫോൾഡേഴ്സ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്ത് പോകാം. അതുപോലെ സബ് ഫോൾഡറിനകത്തും വീണ്ടും നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ഫോൾഡർ എടുത്തു. പിന്നെ ഇങ്ങനെ ഫോൾഡറിൻ്റെ ഉള്ളിൽ ഫോൾഡറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ഫയൽസ്. അപ്പോൾ ഞാൻ ജി ഡ്രൈവ് പറഞ്ഞ റൂട്ട് ഡയറക്ടറിനകത്ത് അതുപോലെ ടി ടി പറഞ്ഞ ഫോൾഡർ, അതുപോലെ സബ് ഫോൾഡേഴ്സ്, ഒന്നിൽ കൂടുതൽ സബ് ഫോൾഡേഴ്സ് ഉണ്ട്, അതിനകത്താണ് ഫയൽ സേവ് ചെയ്തിരിക്കുന്നത്. ഇത് എന്തിനാണ് ഇങ്ങനെ ഫോൾഡേഴ്സിനുള്ളിൽ സേവ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമ്മളത് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഫയൽസിനും നമ്മൾ ഓരോ ഫോൾഡറിനകത്തായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ കാണുന്ന നമ്മുടെ ഈ ഓരോ ഫയൽസിനും കുറച്ച് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതായത് ഈ ഒരു ഫയൽ നമ്മൾ ഏത് ഡേറ്റിലാണ് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത് ആ ഡേറ്റും ടൈമും നമുക്ക് കാണാൻ കഴിയും. പിന്നെ വരുന്നത് ആ ഒരു ഫയൽ ഏത് ടൈപ്പാണ്, അതായത് അതിൻ്റെ എക്സ്റ്റൻഷൻ എന്താണ്, അത് നമുക്കിവിടെ കാണാൻ കഴിയും. പിന്നെ വരുന്നത് ആ ഒരു ഫയലിൻ്റെ സൈസാണ്. അപ്പോൾ ഇതിനെയൊക്കെയാണ് നമ്മുടെ ഒരു ഫയലിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈ ഒരു ഫയലിൻ്റെ പാത്ത് നമുക്ക് കിട്ടണമെങ്കിൽ ഇത് മേലെ കാണുന്നില്ല, ദിസ് പി സി, ഗൂഗിൾ ഡ്രൈവ്, മൈ ഡ്രൈവ്, ഇതാണ് ആ ഒരു പർട്ടിക്കുലർ. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഫയൽ ഇതിനകത്ത് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പാത്ത് പറയുന്നത് ഈ മേലെ കാണുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ കോപ്പി ചെയ്യാൻ വെച്ചാൽ ഇതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് സെലക്റ്റഡ് ആയിട്ട് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫയലിൻ്റെ പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കൊലീഗ്സിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ഒക്കെ ഷെയർ ചെയ്ത് അവർക്ക് ആക്സസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഒരു ഫയലിൻ്റെ ട്രീ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് ആദ്യം നമുക്ക് റൂട്ട് ഡയറക്ടറി ഉണ്ടാവും, അതിനകത്ത് ഫോൾഡേഴ്സ് ഉണ്ടാവും, ആ ഫോൾഡേഴ്സിൻ്റെ അകത്ത് തന്നെ സബ് ഫോൾഡേഴ്സ് ഉണ്ടാവും. വീണ്ടും നമുക്ക് ആ സബ് ഫോൾഡേഴ്സിനകത്ത് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനകത്താണ് നമ്മുടെ ഫയൽ വരുന്നത്. അപ്പോൾ ഫയലിന് കുറച്ച് ആട്രിബ്യൂട്ട്സും ഉണ്ട്, അതുപോലെ ഡേറ്റ്, ടൈപ്പ്, സൈസ് പറഞ്ഞ ആട്രിബ്യൂട്ട്സ്. പിന്നെ ആ ഒരു ഫയലിൻ്റെ പാത്തും നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫയൽ എക്സ്പ്ലോററിനെ കുറിച്ചാണ്. ഫയൽ എക്സ്പ്ലോറർ പറയുന്നത് ഒരു ബിൽഡിംഗ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പ്രോഗ്രാമാണ്. ബിൽഡിംഗ് ആപ്ലിക്കേഷൻ എന്താണെന്ന് നമ്മളിതിന് മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഫയൽ എക്സ്പ്ലോറർ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഫയൽസ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതും അതുപോലെ അത് നമുക്ക് ഫയൽസ് പെട്ടെന്ന് വ്യൂ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതും ഈ ഫയൽ എക്സ്പ്ലോറർ വഴിയാണ്. അപ്പോൾ ഫയൽ എക്സ്പ്ലോറർ എങ്ങനെ ഓപ്പൺ ചെയ്യാൻ നോക്കാം.
നമ്മുടെ ടാസ്ക് ബാറിനകത്ത് ഇവിടെ ഒരു ഫയൽ അല്ലെങ്കിൽ ഫോൾഡറിൻ്റെ ഒരു സിമ്പിൾ കാണാൻ കഴിയും. ഇതാണ് നമ്മുടെ ഫയൽ എക്സ്പ്ലോറർ. അപ്പോൾ ജസ്റ്റ് അതിൽ ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നെയിം ഇവിടെ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഈ കാണുന്നതാണ് നമ്മുടെ ഫയൽ എക്സ്പ്ലോററിൻ്റെ വിൻഡോ. ഇതിനകത്ത് ഈ ഒരു ഇൻ്റർഫേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നതാണ് ഫയൽ എക്സ്പ്ലോറർ റിബൺ. അതായത് ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ ഉള്ളതാണ് നമ്മുടെ ഫയൽ എക്സ്പ്ലോറർ റിബൺ പറയുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ നാവിഗേഷൻ പാന്. നാവിഗേഷൻ പാൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡെസ്ക്ടോപ്പിലേക്ക് പോകണോ അതുപോലെ ഡൗൺലോഡ്സിലേക്ക് പോകണോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സിൽ പോകണോ നോക്കുന്നത്. അപ്പോൾ ഡെസ്ക്ടോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡെസ്ക്ടോപ്പിൽ എന്തൊക്കെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ഫയൽസും ഫോൾഡേഴ്സിൻ്റെ ലിസ്റ്റാണ് കാണാൻ കഴിയുക. അതുപോലെ തന്നെ ഡൗൺലോഡ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർനെറ്റിൽ യൂസ് ചെയ്തിട്ട് എന്തൊക്കെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഫയൽസ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നതായിരിക്കും. പിന്നെ വരുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ ലിസ്റ്റാണ്. അത് ഫോൾഡേഴ്സ് ആയിട്ടാണ് അവിടെ സേവ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ വരുന്നത് പിക്ചേഴ്സാണ്. അപ്പോൾ ഏതെങ്കിലും പിക്ചേഴ്സ് നമ്മളിതിനകത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പിക്ചേഴ്സ് പറഞ്ഞതിനകത്ത് കാണാം. അങ്ങനെ ഇതുപോലെ ഓരോ പാനിലോട്ട് നാവിഗേറ്റ് ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഹോം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പണിംഗ് ഫയൽ എക്സ്പ്ലോർ പേജിലോട്ടാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ ക്വിക്കായിട്ട് ആക്സസ് ചെയ്യാനുള്ള കുറച്ച് ഫോൾഡേഴ്സ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻസ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ഫേവറേറ്റ് സെക്ഷൻ. അത് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഫയൽസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരിക. പിന്നെ വരുന്നത് റീസെൻറ്റ് സെക്ഷൻ. റീസെൻറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഓപ്പൺ ചെയ്ത, അതായത് ഒരു 1 വീക്കിൽ നമ്മൾ ഓപ്പൺ ചെയ്ത എല്ലാ ഫയൽസിൻ്റെയും ഫോൾഡേഴ്സിൻ്റെ ഒക്കെ ലിസ്റ്റാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ഫയൽ എക്സ്പ്ലോറർ ഇൻ്റർഫേസിനകത്ത് വരുന്നത്. ഫയൽ എക്സ്പ്ലോറിൽ വരുന്ന ഫയൽ എക്സ്പ്ലോറർ റിബനെ കുറിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ന്യൂ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഇത് വന്നിട്ട് കട്ട്, കോപ്പി, പേസ്റ്റ്, റീനെയിം, ഷെയർ, ഡിലീറ്റ് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത് പഠിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഒരു ഫയൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫയൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ എനേബിൾ ആയി വരുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ആദ്യം ന്യൂ പറഞ്ഞ ഓപ്ഷനുണ്ട്. അപ്പോൾ ന്യൂ പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്കൊരു പുതിയ ഫോൾഡറൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിനകത്ത് ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഫോൾഡർ, ഷോർട്ട് കട്ട്, അപ്പോൾ കുറച്ച് ഓപ്ഷൻസ് ഇതിനകത്ത് കാണാൻ കഴിയും. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ പുതിയ ഫോൾഡറോ അതുപോലെ ടെക്സ്റ്റോ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതാ വേണ്ടി വെച്ചാൽ ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ വരുന്നതായിരിക്കും. അതാണ് ഈ ന്യൂവിൻ്റെ പർപ്പസ് വരുന്നത്. പിന്നെ വരുന്നത് കട്ട് ഓപ്ഷനാണ്. കട്ട് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ഫയൽ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമ്മളൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഞാൻ ഇതിനൊന്ന് ഇവിടെ നിന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കട്ട് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കട്ട് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ ഉണ്ട്, Ctrl+X പ്രസ് ചെയ്തിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു മെത്തേഡിലാണ് സെലക്ട് ചെയ്യുന്നത്. ജസ്റ്റ് കട്ട് ചെയ്ത് എന്നിട്ട് നമുക്കത് വേറെ ഏതെങ്കിലും ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഡെസ്ക്ടോപ്പിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡെസ്ക്ടോപ്പിൽ ഓൾറെഡി ആ നെയിമിൽ ഒന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഡൗൺലോഡ്സ് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഒന്നില്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ഓപ്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ പേസ്റ്റ് ഓപ്ഷൻ ഉണ്ട്, ഇത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്ത ആ ഒരു ഫയൽ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനാണ് നമ്മൾ കട്ട് പേസ്റ്റ് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫയൽ കോപ്പി എടുക്കണമെങ്കിൽ അതും കോപ്പി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കോപ്പി പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ കോപ്പി ചെയ്യാൻ വേണ്ടി ഒന്നില്ലെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി പറഞ്ഞ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് കട്ട് കീ ആയിട്ടുള്ള Ctrl+C പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഞാനൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി ആയിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഇത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ മൈ ഡ്രൈവിൽ കൊണ്ട് തന്നെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് പേസ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ എൻ്റെ ഷോർട്ട് കട്ട് കീ ഉണ്ട് Ctrl+V. അപ്പോൾ കട്ടിൻ്റെ ഷോർട്ട് കട്ട് കീ Ctrl+X, കോപ്പിയുടെ ഷോർട്ട് കട്ട് കീ Ctrl+C, അതുപോലെ പേസ്റ്റിൻ്റെ ഷോർട്ട് കട്ട് പറയുന്നത് Ctrl+V ആണ്. പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിനാണ് നമ്മൾ കട്ട്, കോപ്പി, പേസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇനി സപ്പോസ് നമുക്ക് ഈ ഒരു ഫയലിൻ്റെ പേര് മാറ്റണമെങ്കിൽ, അതായത് റീനെയിം ചെയ്യണമെങ്കിൽ, ഒന്നില്ലെങ്കിൽ ഈ ഒരു റീനെയിം പറഞ്ഞ ഓപ്ഷനിൽ പോവാം, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം ഓപ്ഷനിൽ പോവാം, അല്ലെങ്കിൽ നമ്മുടെ കീബോർഡിൻ്റെ ഷോർട്ട് കട്ട് കീ ആയ F2 പ്രസ് ചെയ്താലും മതി. എന്നിട്ട് നമുക്കിവിടെ ഈ ഒരു ഫയൽ റീനെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ടെസ്റ്റിംഗ് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കാം. അപ്പോൾ ഫയൽ റീനെയിമായി. അതാണ് ഈ ഒരു റീനെയിമിൻ്റെ പർപ്പസ് വരുന്നത്. നെക്സ്റ്റ് വരുന്ന ഷെയർ ഓപ്ഷനാണ്. നമുക്ക് ഈ ഒരു ഫയൽ നമ്മുടെ കൊളീഗ്സിനും ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാനാണ് ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലിങ്ക് ഈ ഒരു ഇത് നമുക്ക് ആർക്കാണോ ഷെയർ ചെയ്യേണ്ടത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിനാണ് ഈ ഷെയർ ബട്ടൺ യൂസ് ചെയ്യുന്നത്. ഇനി സപ്പോസ് നമുക്ക് ഈ ഒരു ഫയൽ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ എന്തിൽ യൂസ് ചെയ്യാം, ഡിലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഡിലീറ്റ് ചെയ്യാം, ഒന്നില്ലെങ്കിൽ ഈ ഡിലീറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കീബോർഡിലുള്ള ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്താലും മതി. എന്നിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫയൽ നമ്മുടെ ഈ ഒരു ലൊക്കേഷനിൽ നിന്നും ഡിലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടാവും.
പിന്നെ വരുന്ന ഓപ്ഷനാണ് സോർട്ട്. സോർട്ടിൻ്റെ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നെയിം വൈസ് സോർട്ട് ചെയ്യാം, ഡേറ്റ് വൈസ് സോർട്ട് ചെയ്യാം, അതുപോലെ ടൈപ്പ് വൈസ് ഒക്കെ സോർട്ട് ചെയ്യാം. പിന്നെ അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിലൊക്കെ നമുക്കിവിടെ സോർട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഓൾറെഡി നെയിം വൈസിലാണ് സോർട്ട് ആയിരിക്കുന്നത്, അത് അസെൻഡിങ് ഓർഡറിലാണ് സോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡേറ്റ് മോഡിഫൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ഡേറ്റിൻ്റെ ഓർഡറിൽ അത് സോർട്ട് ആവുന്നതായിരിക്കും. അതുപോലെ ടൈപ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ടൈപ്പ് വൈസ്, അതായത് നമ്മുടെ ഇവിടെ ഈ ഒരു ടൈപ്പിൻ്റെ ബേസിസിൽ അത് സോർട്ട് ആവുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ഏത് ഓപ്ഷനാണ് വേണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷനിൽ സെലക്ട് ചെയ്യാവുന്നത്. മോറിൽ വന്നിട്ട് സൈസ് ഉണ്ട്, ഡേറ്റ് ക്രിയേറ്റഡ്, ഓതർ, ടാഗ്, ടൈറ്റിൽ, ഇതിൽ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ ബേസിസിൽ നമ്മുടെ ഫോൾഡേഴ്സും ഫയൽസൊക്കെ സോർട്ടായി വരുന്നതായിരിക്കും. ഇപ്പോൾ ഞാനിവിടെ നെയിം തന്നെ കൊടുക്കുന്നുണ്ട്. നെയിമിൽ തന്നെ നമ്മളിപ്പോൾ അസെൻഡിങ്ങിലാണ് പോകുന്നത്. അസെൻഡിങ് പറയുമ്പോൾ A to Z ആണ് വരുന്നത്. അപ്പോൾ ഡിസെൻഡിങ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് വരും, Z to A ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടപ്രകാരം ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനകത്ത് സോർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ വരുന്ന ഓപ്ഷൻ വ്യൂ ഓപ്ഷനാണ്. അപ്പോൾ ഈ ആരോയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വ്യൂ ഓപ്ഷൻസ് വരും. അപ്പോൾ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ അവിടെ മാറുന്നതായിരിക്കും. പിന്നെ എക്സ്ട്രാ ലാർജ് ഐക്കൺസ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. പിന്നെ വെറും ലാർജ് ഐക്കൺസ് എടുത്താൽ ഈ ഒരു ഫോർമാറ്റിലാണ് വ്യൂ ആവുന്നത്. അതുപോലെ മീഡിയം സൈസിട്ട് വരും. നമ്മൾ ലിസ്റ്റ് ചെയ്ത് വരണമെങ്കിൽ ലിസ്റ്റ് കൊടുത്താൽ മതി. ഇനി ലിസ്റ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടെ ഉള്ളത് വരണമെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഓരോ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇവിടെ ഫയൽസും ഫോൾഡേഴ്സും അതുപോലെ ഓർഗനൈസ് ചെയ്ത് വരുന്നത് അല്ലെങ്കിൽ വ്യൂ ചെയ്തിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഫയൽ എക്സ്പ്ലോറർ റിബണിൽ വരുന്നത്. ഷെയറിംഗ് ഈസ് കെയറിംഗ്. നൂറിൻ ഇൻഫോടെക്കിൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നെക്സ്റ്റ് ഒരു ഫയൽ എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് പഠിക്കാം. അപ്പോൾ ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഫയലാണോ ഓപ്പൺ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഫയൽ ഓപ്പൺ ആവുന്നതാണ്. ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് ഏതൊരു ഫയൽ വേണമെങ്കിലും ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കൊരു ഫോൾഡറുള്ള ഫയലാണെങ്കിൽ യൂസേഴ്സിൽ പോയിട്ട് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവുന്നതായിരിക്കും. അപ്പോൾ ഇത് ഏത് രീതിയിലാണ് ഓപ്പൺ ചെയ്യേണ്ടത് ചോദിക്കുക. ഇപ്പോൾ ഫോട്ടോസ് വേണമെങ്കിൽ ഫോട്ടോസിൽ ജസ്റ്റ് വൺസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓപ്പണായി വരുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഫയൽ എങ്ങനെ മൂവ് ചെയ്യാമെന്നാണ്, മറ്റൊരു ലൊക്കേഷനിലോട്ട് എങ്ങനെ മൂവ് ചെയ്യാമെന്നാണ്. ഇപ്പോൾ ഞാനിവിടെ ഏതെങ്കിലും ഒരു ഫയൽ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ലെഫ്റ്റ് മൗസ് ബട്ടണ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്യാം. ഡ്രാഗ് ചെയ്തിട്ട് ഈ നാവിഗേഷൻ പാനിനകത്ത് ഏത് ലൊക്കേഷനിലോട്ടാണോ നമുക്ക് സേവ് ചെയ്യേണ്ടത് അതിലോട്ട് കൊണ്ടുപോയിടാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ പിക്ചേഴ്സിൽ ഇട്ട് കഴിഞ്ഞാൽ ആ പിക്ചേഴ്സിൽ അത് മൂവ് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പിക്ചേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പിനകത്ത് വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. അതാണ് femina.xls പറഞ്ഞ ആ ഒരു ഫയൽ ഇതിനകത്ത് കോപ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു പർട്ടിക്കുലർ ഫയൽ മറ്റൊരു ലൊക്കേഷനിലോട്ട് മൂവ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഫോൾഡർ എന്നാ പഠിക്കാം. ഫോൾഡറിനകത്ത് നമുക്ക് ഒന്നിൽ കൂടുതലോ ഫയൽസോ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഫയൽസ് മാത്രമല്ല ഫോൾഡേഴ്സും നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫോൾഡറിനകത്ത് മറ്റൊരു ഫോൾഡർ അതുപോലെ സബ് ഫോൾഡേഴ്സ് ആയിട്ടൊക്കെ ഈ ഒരു ഫോൾഡറിനകത്ത് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഫോൾഡർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫോൾഡർ ഏത് ലൊക്കേഷനിൽ വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിലാണ് നിൽക്കുന്നത് വെച്ചാൽ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതുപോലെ ന്യൂ കൊടുക്കുക, അതുപോലെ ഫോൾഡർ സെലക്ട് ചെയ്ത് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇവിടെ പേര് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ടെസ്റ്റ് പറഞ്ഞ പേര് കൊടുത്തതിന് ടെസ്റ്റ് പറഞ്ഞ പേരിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. ഇനി സപ്പോസ് നമ്മളിവിടെ ഫയൽ എക്സ്പ്ലോറിലാണ് നിൽക്കുന്നത് വെച്ചാൽ അവിടെ വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ കൊടുത്തിട്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഏത് ലൊക്കേഷനിലാണോ നിൽക്കുന്നത് ആ ലൊക്കേഷനിൽ വെച്ചിട്ട് തന്നെ നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഫോൾഡറിനകത്ത് നമുക്ക് ഒരു ഫോൾഡറിന് നമുക്ക് എങ്ങനെ കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക എന്നൊക്കെ അത് നമ്മൾ ഫയലിൽ പഠിച്ച പോലെ അതേ രീതിയിൽ തന്നെ ചെയ്യാം. ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അത് കട്ട് ചെയ്ത് മറ്റൊരു ലൊക്കേഷനിൽ പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോപ്പി ചെയ്തിട്ട് മറ്റൊരു ലൊക്കേഷനിലോട്ട് പേസ്റ്റ് ചെയ്യാം. അതുപോലെ അത് റീനെയിം ചെയ്യാം, ഷെയർ ചെയ്യാം, ഡിലീറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഫോൾഡർ ഞാനൊന്ന് റീനെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് F2 പ്രസ് ചെയ്യാം. എന്നിട്ട് എന്തെങ്കിലും പേര് കൊടുക്കാം, ഡിലീറ്റിംഗ് എന്ന് കൊടുക്കാം, ഡിലീറ്റിംഗ് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു ഫോൾഡർ എനിക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ ഡിലീറ്റ് കൊടുത്തു. അപ്പോൾ ആ ഫോൾഡർ നമ്മുടെ ഇവിടെ നിന്ന് ഡിലീറ്റ് ആയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു ഫോൾഡർ ഇവിടെ നിന്നല്ല ഏതൊരു ലൊക്കേഷനിൽ നിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫയൽ ആൻഡ് ഫോൾഡേഴ്സ് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ആവില്ല. അത് നേരെ പോയി കിടക്കുന്നത് നമ്മൾ റീസൈക്കിൾ ബിൻ പറഞ്ഞ ഒരു അതിനകത്തായിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫയൽസൊക്കെ ഇതിനകത്ത് കാണാൻ കഴിയും. ഇപ്പോൾ ഞാനിവിടെ വ്യൂ ബൈ ഇത് സോർട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ തന്നെ ഡിലീറ്റിംഗ് പറഞ്ഞൊരു ഫോൾഡറിനകത്ത് കിടക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്താണ്. ഇവിടുന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്താൽ മാത്രമാണ് ഇത് പെർമനൻ്റ് ആയിട്ട് ആ ഒരു ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ ഇവിടെ നിന്ന് ഡിലീറ്റ് ആയി നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഡിലീറ്റ് ആയിട്ട് പോകും. ഇപ്പോൾ അതേസമയം ഇപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത ഒരു ഫോൾഡർ റീസ്റ്റോർ ചെയ്യണം, നമുക്ക് അതേ ലൊക്കേഷനിൽ തിരിച്ച് കിട്ടണമെങ്കിൽ ഇവിടെ റീസ്റ്റോർ ബട്ടൺ ഉണ്ട്. റീസ്റ്റോർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇതിൽ നിന്ന് ഡിലീറ്റ് ആയിട്ട് നമ്മൾ അത് ഏത്
ഫോൾഡറിലാണോ ക്രിയേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഏത് ലൊക്കേഷനിലാണോ ക്രിയേറ്റ് ചെയ്തത് അവിടെ തിരിച്ചു വന്നിട്ടുണ്ടാവും. അതാണ് ഡിലീറ്റിംഗ് പറഞ്ഞാൽ തിരിച്ചു വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുന്നത് നേരെ റീസൈക്കിൾ ബിന്നിലോട്ടാണ് പോയത്. അത് നമുക്ക് റീസ്റ്റോർ ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി നമ്മൾ റീസൈക്കിൾ ബിന്നിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ ആ ഒരു ഫയൽ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യണ്ടാവും. ഇനി ഈ ഒരു ലൊക്കേഷനിൽ നിന്നിട്ട് തന്നെ നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഒരു ഇത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് ഡിലീറ്റ് പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് എസ് കൊടുക്കാം. പിന്നെ നമ്മൾ റീസൈക്കിൾ ബിന്നിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫയൽ കാണാൻ കഴിയില്ല. കാരണം നമ്മളത് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാനാണ് ഷിഫ്റ്റ് ഡിലീറ്റ് യൂസ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത്. ഫയൽസ് ആയാലും ശരി ഫോൾഡേഴ്സ് ആയാലും ഏതാണ് ഡിലീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പിന്നെ വരുന്നത് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫയൽസ് ഏതൊക്കെ രീതിയിൽ സെലക്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഡൗൺലോഡ്സിൽ എടുക്കുന്നുണ്ട്. ഡൗൺലോഡ്സിലാകുമ്പോൾ കുറച്ച് ഫയൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഏത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി ഫയൽസുകളുണ്ട്. അപ്പോൾ ഈ ഓരോ ഫയലും നമ്മൾ സെലക്ട് ചെയ്ത് പോകാൻ ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ പെട്ടെന്ന് ഈ എല്ലാ ഫയൽസും ഒരൊറ്റയടിക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ഓൾ പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ ഷോർട്ട് കട്ട് കീ പറയുന്നത് Ctrl+A ആണ്. അപ്പോൾ ഞാനിവിടെ Ctrl+A പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ Ctrl+A പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ ഫയൽസും ഒറ്റയടിക്ക് സെലക്ട് ആവുന്നതായിരിക്കും. ഇത് ഒരു മെത്തേഡ്. നെക്സ്റ്റ് മെത്തേഡ് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് എല്ലാ ഫയൽസും വേണ്ട, സ്പെസിഫിക് ആയിട്ടുള്ള ഫയൽസ് മാത്രം മതി വെച്ചാൽ അങ്ങനെയും സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഫയൽ ആദ്യം സെലക്ട് ചെയ്യാം. എന്നിട്ട് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് നമുക്ക് റാൻഡമായിട്ട് ഏതൊക്കെ ഫയൽസ് വേണോ അത് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. പിന്നെ വരുന്നത് നമുക്കൊരു ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് ഫയൽസ് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ആദ്യത്തെ ഫയൽ സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഏറ്റവും എൻഡിലുള്ള ഫയൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ആദ്യം സെലക്ട് ചെയ്ത ഫയലും എൻഡിൽ സെലക്ട് ചെയ്ത ഫയലിൻ്റെ ഇടയിലുള്ള എല്ലാ ഫയൽസും സെലക്ട് ആവുന്നതായിരിക്കും. ഇത് മറ്റൊരു മെത്തേഡ്. പിന്നെ ഒരു മെത്തേഡ് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ആ മൗസിനെ ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ജസ്റ്റ് ഒരു ബോക്സ് ഇങ്ങനെ വരയ്ക്കാം. അതായത് ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് ഏത് ഫയൽ വരെ നമുക്ക് വേണോ അത് വരെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ മൗസ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഫയൽസ് സെലക്ട് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് 4 രീതിയിലാണ് ഫയൽ സെലക്ട് ചെയ്യുന്നത്. ഒന്ന് സെലക്ട് ഓൾ മെത്തേഡ്, അതായത് Ctrl+A പറഞ്ഞ ഷോർട്ട് കീ പ്രസ് ചെയ്യാം. പിന്നെ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഫയൽസ് സെലക്ട് ചെയ്യാം. പിന്നെ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഫയൽസ് സെലക്ട് ചെയ്യാം. പിന്നെ നമുക്ക് മൗസ് യൂസ് ചെയ്തിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് വഴിയും ഫയൽസ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മറ്റു ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ നൂർനി ഇൻഫോടെക്കിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഫോൾഡറിൻ്റെ ഷോർട്ട് കട്ട് എങ്ങനെ ഡെസ്ക്ടോപ്പിൽ ക്രിയേറ്റ് ചെയ്യാനാണ്. നമുക്ക് ഏത് ഫോൾഡറിൻ്റെ ഷോർട്ട് കട്ടാണോ വേണ്ടത് ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഇതിനകത്ത് ഷോ മോർ ഓപ്ഷൻസ് ഉണ്ട്, സെലക്ട് ചെയ്യുക. അതിനകത്ത് സെൻഡ് ടു എന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിലൊന്ന് ഹോവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വരും. ഇതിനകത്ത് ഡെസ്ക്ടോപ്പ് ക്രിയേറ്റ് ഷോർട്ട് കട്ട് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഡെസ്ക്ടോപ്പിൽ പോയി നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഫോൾഡറിൻ്റെ ഷോർട്ട് കട്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫോൾഡറിൻ്റെ ഷോർട്ട് കട്ട് നമ്മൾ ഡെസ്ക്ടോപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഒരു പർട്ടിക്കുലർ ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ നമുക്ക് ഏതൊക്കെ രീതിയിൽ സെർച്ച് ചെയ്തെടുക്കാം അല്ലെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാൻ നോക്കാം. അതായത് ഒരു ഫോൾഡറിൻ്റെ അല്ലെങ്കിൽ ഫയലിൻ്റെ പേര് നമുക്ക് സേവ് ചെയ്യുന്ന സമയത്ത് മറന്നുപോയി, അതിൻ്റെ പേര് മറന്നുപോയി, പക്ഷെ നമുക്കത് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ നെറ്റിൽ നിന്ന് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുത്ത ഫയൽസ് അല്ലെങ്കിൽ ഫോൾഡേഴ്സ് ആണെങ്കിൽ നമുക്ക് നേരെ ഡൗൺലോഡ്സിൽ പോയിട്ട് അത് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അതായത് നമ്മൾ നെറ്റിൽ നിന്ന് എന്ത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഡൗൺലോഡ്സിൽ പോയിട്ടാണ് അത് കിടക്കാറ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി സപ്പോസ് നമുക്ക് ഏതെങ്കിലും ഡോക്യുമെൻ്റ് ആണ് സെർച്ച് ചെയ്യണമെങ്കിൽ ഡോക്യുമെൻറ്റ്സിൽ പോയിട്ട് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി പിക്ചേഴ്സ് ആണെങ്കിൽ പിക്ചേഴ്സിൽ പോവാം, അല്ല മ്യൂസിക് ആണെങ്കിൽ മ്യൂസിക്കിൽ പോവാം, വീഡിയോസ് ആണെങ്കിൽ വീഡിയോസിൽ പോയിട്ട് സെർച്ച് ചെയ്തെടുക്കാം. അതുകൂടാതെ നമ്മുടെ ഈ സെർച്ചിൽ പോയിട്ടും ആ ഒരു ഫയൽ നെയിം കൊടുത്ത് സെർച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ ഫോൾഡേഴ്സിനൊക്കെ നമ്മൾ സ്പെഷ്യൽ ഫോൾഡേഴ്സ് അല്ലെങ്കിൽ ഡീഫോൾട്ട് ഫോൾഡേഴ്സ് എന്ന് പറയുന്നത് ഡൗൺലോഡ്സ്, ഡോക്യുമെൻറ്റ്സ്, പിക്ചേഴ്സ് എന്നൊക്കെ പറയുന്നില്ലേ, ഇതിനൊക്കെ നമ്മൾ ഡീഫോൾട്ട് ഫോൾഡേഴ്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഫോൾഡേഴ്സ് ആണ് പറയാറ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൺ ഡ്രൈവിനെ കുറിച്ചാണ്. വൺ ഡ്രൈവ് എന്ന് പറയുന്നത് ക്ലൗഡ് സ്റ്റോറേജ് സർവീസാണ്. അതായത് നമുക്ക് ഓൺലൈനായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫയൽസ് സേവ് ചെയ്യാനും ആക്സസ് ചെയ്യാനും പറ്റുന്നതായിരിക്കും. അതായത് ഞാനിപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു, ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ഏതെങ്കിലും ഫയൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് നമ്മൾ വൺ ഡ്രൈവിൽ സേവ് ചെയ്യണമെങ്കിൽ ഈ സിസ്റ്റത്തിലല്ലാതെ നമുക്ക് മറ്റു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ നിന്നൊക്കെ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വേണ്ട, ഈ ഒരു സിസ്റ്റം നമുക്ക് ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വൺ ഡ്രൈവിൻ്റെ യൂസർ നെയിമും പാസ്വേഡും അറിയുമെങ്കിൽ അതും മുഖേന നമുക്ക് ഈ ഒരു ഫയൽസ് അല്ലെങ്കിൽ ഫോൾഡേഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെയുള്ള വൺ ഡ്രൈവ് പറയുന്നത് IT പേഴ്സണൽ പറഞ്ഞ പേരിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തതിനാൽ ഇതിനകത്ത് ഏതൊക്കെ ഫയൽസ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതൊക്കെ ഫോൾഡേഴ്സ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഈ ഫോൾഡേഴ്സൊക്കെ നമുക്ക്
ഓൺലൈനായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഈ സിസ്റ്റത്തിൽ നിന്നല്ലാതെ മറ്റ് സിസ്റ്റങ്ങളിൽ നിന്നും ഓൺലൈനായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് അതിൻ്റെ യൂസർ നെയിം പാസ്വേഡും കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൺ ഡ്രൈവിനകത്ത് എങ്ങനെ ഒരു ഫയൽ അല്ലെങ്കിൽ ഫോൾഡേഴ്സ് അപ്ലോഡ് ചെയ്യാം, ഷെയർ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഫയൽ അതിനകത്ത് സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഫയൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു ഫയൽ സെലക്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇതുണ്ടെങ്കിൽ വേണം നമുക്കൊരു വേർഡിനകത്ത് ചെയ്യാം. അപ്പോൾ ഒരു വേർഡ് ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്തിട്ട് ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എടുക്കാം, ഫയൽ സേവ് കൊടുക്കുക, എന്നിട്ട് വൺ ഡ്രൈവ് സെലക്ട് ചെയ്യാം. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇതിനകത്ത് തന്നെ ഇടാം. അപ്പോൾ ഞാൻ ഒരു പേരൊന്ന് മാറ്റിയിട്ട് ടെസ്റ്റിംഗ് ഡ്രൈവ് എന്ന് കൊടുക്കുന്നുണ്ട്. സേവ് ചെയ്യാം. അപ്പോൾ ഇത് വൺ ഡ്രൈവിൽ പോയിട്ട് സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ വൺ ഡ്രൈവ് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിയാൽ നമുക്ക് കൊടുത്തിട്ട് ടെസ്റ്റിംഗ് ഡ്രൈവ് എന്ന ഒരു പേരിലാണ്. അപ്പോൾ അത് കണ്ടോ, ടെസ്റ്റിംഗ് ഡ്രൈവ് എന്ന പേരിൽ അത് സേവ് ആയിട്ട് ഇന്നത്തെ ഡേറ്റിൽ സേവ് ആയിട്ടുണ്ടാവും. ഇനി ഈ ഒരു ഫയൽ നമുക്കിങ്ങനെ ഷെയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ഷെയർ വരുന്ന ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിനകത്ത് ആർക്കാണോ ഷെയർ ചെയ്യണത് അവരുടെ മെയിൽ ഐ ഡി അടിച്ചു കൊടുക്കാം. അപ്പോൾ ഏതെങ്കിലും മെയിൽ ഐ ഡി നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. gmail.com കൊടുക്കാം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെൻഡ് പറഞ്ഞ ഓപ്ഷൻ വരും. അപ്പോൾ സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫയലിൻ്റെ ലിങ്ക് അവർക്ക് ഷെയർ ആവും. എന്നിട്ട് അവർക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് വൺ ഡ്രൈവിനകത്ത് ഒരു ഫയൽ അപ്ലോഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ അത് ഷെയർ ചെയ്യുന്നതും. നെക്സ്റ്റ് നമ്മൾ വൺ ഡ്രൈവിൽ സേവ് ചെയ്ത അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് എങ്ങനെ ഓഫ്ലൈനായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഫയൽ സെലക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫയലിനായിക്കോട്ടെ, ഇതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓൾവേസ് കീപ്പ് ഓൺ ദിസ് ഡിവൈസ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇത് നമ്മൾ ഓഫ്ലൈൻ ആയിരിക്കുമ്പോഴും ഇപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ലൊക്കേഷനിൽ നിന്നിട്ട് ഇത് ആക്സസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓഫ്ലൈൻ ആണെങ്കിലും ഈ ഒരു ഫയൽ നമുക്ക് എഡിറ്റ് ചെയ്യാനും അതുപോലെ ആക്സസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഈ ഒരു ഫയലിനകത്ത് നമ്മൾ ഓഫ്ലൈൻ ടൈമിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഓൺലൈൻ ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് വൺ ഡ്രൈവിനകത്ത് അപ്ഡേറ്റ് ആയിക്കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഓഫ്ലൈനായിട്ട് ഒരു ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ ആക്സസ് ചെയ്യാൻ പറ്റുക. നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്കിൽസ് കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് തന്നെ എൻറോൾ ചെയ്യൂ. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു സമ്മറി പേജാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ആദ്യം പഠിച്ചത് ഫയൽ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. അതോടൊപ്പം തന്നെ ഫയൽ സിസ്റ്റത്തിൽ വരുന്ന ഒരു ട്രീ സ്ട്രക്ചറിനെ കുറിച്ച് പഠിച്ചു. അതായത് ഒരു റൂട്ട് ഡയറക്ടറി ഉണ്ടാവും, അതിനകത്ത് ഫോൾഡർ ഉണ്ടാവും, ആ ഫോൾഡറിനകത്ത് സബ് ഫോൾഡർ ഉണ്ടാവും, സബ് ഫോൾഡറിനകത്താണ് നമ്മൾ ഫയൽസ് ഒക്കെ സേവ് ചെയ്യുന്നത്. അപ്പോൾ ഫയൽസിന് കുറച്ച് ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും, അതുപോലെ അതിനൊരു പാത്തും ഉണ്ടാവും. അതൊക്കെ എങ്ങനെ ആക്സസ് ചെയ്യാം, അതെങ്ങനെ നമ്മുടെ ഫ്രണ്ട്സും കൊളീഗ്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാം നമ്മൾ പഠിച്ചു. പിന്നെ പഠിച്ചത് ഫയൽ എക്സ്പ്ലോറിനെ കുറിച്ചാണ്. ഫയൽ എക്സ്പ്ലോറും അതിൻ്റെ ഇൻ്റർഫേസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ നമ്മൾ പഠിച്ചത് ഒരു ഫയൽ എങ്ങനെ ഒരു ലൊക്കേഷനിൽ നിന്നും മറ്റൊരു ലൊക്കേഷനിലോട്ട് മൂവ് ചെയ്യാം, അതുപോലെ ഫയൽസ് ഏതൊക്കെ രീതിയിൽ സെലക്ട് ചെയ്യാം, ഫോൾഡറിനകത്ത് എങ്ങനെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, ഫയൽസ് എങ്ങനെ അതിനകത്ത് സേവ് ചെയ്യാം എന്നൊക്കെയാണ് പഠിച്ചത്. പിന്നെ നമ്മൾ പഠിച്ചത് വൺ ഡ്രൈവിനെ കുറിച്ചാണ്. അപ്പോൾ വൺ ഡ്രൈവ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, വൺ ഡ്രൈവിനകത്ത് ഫയൽസ് എങ്ങനെ അപ്ലോഡ് ചെയ്യാം, അതെങ്ങനെ ഷെയർ ചെയ്യാം, നമ്മൾ ഓഫ്ലൈനായിട്ട് ഇരിക്കുമ്പോൾ എങ്ങനെ വൺ ഡ്രൈവിലുള്ള ഫയൽസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് പഠിച്ചു. പിന്നെ നമ്മൾ ഒരു ഫയൽ ഡിലീറ്റ് ചെയ്ത സമയത്ത് അത് എങ്ങനെയാണ് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത ഫയൽ എങ്ങനെ റീസ്റ്റോർ ചെയ്യാം എന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നോൺ ഇൻഫോടെക്കിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.